الحمد لله الذي خلق السماوات والأرض وجعل الظلمات والنور نحمد الله ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله الذي بلغ الرسالة وأدى الأمانة ونصح على هذه الأمة وجاهد في الله حق جهاده حتى أتانا اليقين اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أيها الإخوان والأخوات، أوصيكم ونفسي أولا بتقوى الله. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. سبحانك اللهم لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. رجال لا تلهيهم تجارة ولا بيع عن ذكر الله وإقام الصلاة وإيتاء الزكاة يخافون يوما تتقلب فيه القلوب والأبصار ليجزيهم الله أحسن ما عملوا ويزيدهم من فضله والله يرزق من يشاء بغير حساب. صدق الله العلي العظيم. ബഹുമാന്യരായ സഹോദരി സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചും ഭയപ്പെട്ടും പടച്ച റബ്ബിന്റെ വിധിവിലക്കുകൾക്ക് വിധേയമായും അവസാന ശ്വാസം വരെയും നിലനിന്നു പോകാൻ അതീവ ജാഗ്രതയോടുകൂടി പരിശ്രമിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മിപ്പിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. റഹ്മാനും റഹീമുമായ അല്ലാഹു സുബ്ഹാനഹു വ തആല പടച്ചവനെ ഭയപ്പെട്ട് ജീവിക്കുന്ന മുത്തഖീങ്ങളുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. റമദാനിന് ശേഷവും അല്ലാഹു സുബ്ഹാനഹു വ തആല ആയുസ് വർദ്ധിപ്പിച്ചു തന്നവരെന്ന നിലക്ക് ശുക്റിന്റെ മാർഗത്തിൽ നന്മനിരതമായ ജീവിതം നയിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില നിർദ്ദേശങ്ങളാണ്, ചില ഓർമ്മപ്പെടുത്തലുകളാണ് കഴിഞ്ഞ ഖുതുബയിൽ സഹോദരങ്ങളുടെ ശ്രദ്ധയിൽ പെടുത്തുകയുണ്ടായത്. നമ്മെ സംബന്ധിച്ചിടത്തോളം നന്മയിൽ നിലനിൽക്കുക എന്നത്, ജീവിതം നന്മയിൽ കഴിച്ചുകൂട്ടുക എന്നത് ഏതെങ്കിലും പ്രത്യേക സന്ദർഭങ്ങളിൽ മാത്രം ബാധകമായ കാര്യമല്ല എന്നും ജീവിതത്തിലുടനീളം തുടർന്നു കൊണ്ടുപോകേണ്ട കാര്യമാണെന്നും സൂചിപ്പിക്കുകയുണ്ടായി. സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ ഖുർആൻ തന്നെ അവരോട് ആവശ്യപ്പെടുന്നത് വഅബ്ദുർ റബ്ബക ഹത്താ യഅതിയകൽ യഖീൻ, ഉറപ്പായ മരണം വന്നെത്തുന്നത് വരെ അള്ളാഹുവിനുള്ള ഇബാദത്തിൽ നിലനിന്നു പോകണം എന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ അനുഭവിക്കേണ്ടി വന്ന
വ്യത്യസ്തങ്ങളായ പരീക്ഷണങ്ങളുടെ സന്ദർഭത്തിൽ ആ പ്രതിസന്ധികളിൽ പിടിച്ചു നിൽക്കാൻ, പതറിപ്പോകാതെ മുന്നോട്ട് പോകാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന ഒരു നിർദ്ദേശമായിട്ടാണ് സൂറത്തുൽ ഫജ്റിൽ ഈ ആയത്തിനെ നമ്മൾ മനസ്സിലാക്കുന്നത്. വഅബ്ദുർ റബ്ബക ഹത്താ യഅതിയകൽ യഖീൻ. അവസാന ശ്വാസം വരെയും അള്ളാഹുവിനുള്ള സമർപ്പണത്തിൽ നിലനിന്നു പോകാൻ സാധിക്കുക. ഇബാദത്തുകളിലെ നിഷ്ഠയും നൈരന്തര്യവും സത്യവിശ്വാസിക്ക് റൂഹ് പിരിയുന്നത് വരെയും ഉണ്ടാകണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്യുന്നത്. ആ കൂട്ടത്തിൽ കഴിഞ്ഞ ആഴ്ച ഞാൻ സൂചിപ്പിക്കുകയുണ്ടായി, റമദാനിൽ നമ്മൾ നമസ്കാരത്തിന്റെ കാര്യത്തിൽ പുലർത്തിയിരുന്ന നിഷ്ഠയും ജാഗ്രതയും റമദാനിന് ശേഷം നമുക്ക് നഷ്ടപ്പെടാൻ ഇടയാക്കിക്കൂടാ എന്ന്. വിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൻ നൂർ എന്ന് പറയുന്ന ഒരു അധ്യായം, പ്രകാശം എന്ന വെളിച്ചം എന്ന അധ്യായത്തിൽ അള്ളാഹുവിനെ ആകാശഭൂമികളുടെ പ്രകാശമായി, നൂറായി, അല്ലാഹു നൂറുസ് സമാവാതി വൽ അർള് എന്ന് തുടങ്ങുന്ന അള്ളാഹുവിനെ ആകാശഭൂമികളുടെ പ്രകാശമായി പരിചയപ്പെടുത്തുന്ന ആ ഭാഗത്തിന് ശേഷം ആ പ്രകാശത്തിൽ, പടച്ചവന്റെ പ്രകാശത്തിൽ നിലനിന്നു പോകുന്ന അള്ളാഹുവിന്റെ വെളിച്ചം, ആ വെളിച്ചത്തിൽ നിലനിന്നു പോകാൻ ഭാഗ്യം ലഭിക്കുന്ന, അള്ളാഹുവിന്റെ വെളിച്ചം എന്ന് പറയുന്നത് സത്യദീനാകുന്ന ആ സന്മാർഗ സരണിയാണ്. ആ ദീനിന്റെ മാർഗദർശനം വന്നു കിട്ടുകയും അതിൽ നിലനിന്നു പോകാൻ ഭാഗ്യം ലഭിക്കുകയും ചെയ്യുന്ന സത്യവിശ്വാസികളുടെ സവിശേഷമായ സ്വഭാവത്തെ പരിചയപ്പെടുത്തിക്കൊണ്ട് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹ് പറയുന്ന ഒരു പ്രയോഗമുണ്ട്. റിജാലുൻ ലാ തുൽഹീഹിം തിജാറത്തുൻ വലാ ബൈഉൻ അൻ ദിക്രില്ലാഹ് വഇഖാമിസ് സ്വലാത്തി വഇതാഇ സകാത്ത് യഖാഫൂന യൗമൻ തതഖല്ലബു ഫീഹിൽ ഖുലൂബു വൽ അബ്സാർ. ആ പ്രത്യേകമായ വിഭാഗം, ആ സംഘത്തിന്റെ സവിശേഷ സ്വഭാവം എന്താണെന്ന് ചോദിച്ചാൽ, അവരുടെ കച്ചവടമോ മറ്റെന്തെങ്കിലുമൊക്കെ ഭൗതികമായ വ്യവഹാരങ്ങളോ ഇടപാടുകളോ ഒന്നും പടച്ചവനെ സ്മരിക്കുന്നതിൽ നിന്ന് അവരെ തടയുകയില്ല. റിജാലുൻ ലാ തുൽഹീഹിം, ആ സവിശേഷ സ്വഭാവമുള്ള വ്യക്തികൾ ഇന്ന ആളുകളാണ് എന്ന് പറഞ്ഞ് പരിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുകയാണ്. ലാ തുൽഹീഹിം, അവരെ ഒരിക്കലും തടയുകയില്ല. തിജാറത്തും വലാ ബൈഉൻ അൻ ദിക്രില്ലാഹ്, പടച്ചവനോടുള്ള ബാധ്യതകൾ നിർവഹിക്കുന്നതിൽ നിന്ന് അവരുടെ ദുനിയവിയായ വ്യവഹാരങ്ങൾ, കച്ചവടമായാലും മറ്റെന്ത് ഭൗതിക ഇടപാടുകളായാലും അതൊന്നും തന്നെ അവരെ തടയുകയില്ല. വഇഖാമിസ് സ്വലാത്തി വഇതാഇ സകാത്ത്, നമസ്കാരം നിലനിർത്തുന്നതിൽ നിന്ന്, ഇഖാമത്തു സ്വലാത്തിൽ ഒരു വീഴ്ചയും അവർക്ക് വന്നു ഭവിക്കുകയില്ല. അവരുടെ ദുനിയവിയായ ഇടപാടുകൾ അവരെ അതിൽ നിന്നും പിന്തിരിപ്പിക്കുകയില്ല, തടയുകയില്ല, തടസ്സപ്പെടുത്തുകയില്ല. വഇതാഇ സകാത്ത്, സകാത്ത് നിർവഹിക്കുന്നതിൽ നിന്നും. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ഈ ഐഹികമായ ജീവിതത്തിനപ്പുറത്ത്, ദുനിയവിയായ താൽക്കാലികമായ ഈ നൈമിഷികമായ നശ്വരമായ ഈ ജീവിതത്തിനപ്പുറത്ത് അവരെ ചിന്തയും അവരുടെ ബുദ്ധിയും ബോധവും ഒക്കെ ഏറ്റവും കൂടുതൽ അവർ ഉടക്കി നിർത്തപ്പെടുന്നത് യഖാഫൂന യൗമൻ തതഖല്ലബു ഫീഹിൽ ഖുലൂബു വൽ അബ്സാർ, മനസ്സുകൾ താളം തെറ്റുന്ന, കണ്ണുകൾ പതറിപ്പോകുന്ന ഒരു ദിവസത്തെ അവർ ഭയപ്പെടുന്നവരാണ്. യഖാഫൂന യൗമൻ, ഒരു ദിവസത്തെ കുറിച്ചുള്ള ഭയവികാരം അവരുടെ മനസ്സിൽ സദാ സജീവമായി നിൽക്കുന്നതാണ്. തതഖല്ലബു ഫീഹിൽ ഖുലൂബു വൽ അബ്സാർ, കണ്ണുകളും മനസ്സുകളും ഒക്കെ ഭയചകിതമാകുന്ന, താളം തെറ്റിപ്പോകുന്ന ഒരു ദിവസത്തെ ഭയപ്പെടുന്നവരാണ് അവർ. ആ ഭയവികാരമാണ് പടച്ചവനോടുള്ള ബാധ്യതകളുടെ നിർവഹണത്തിൽ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് സ്വീകരിക്കാൻ അവരെ പ്രേരിപ്പിക്കുന്നത്. നമ്മുടെ കൂട്ടത്തിൽ കച്ചവടക്കാരായ ധാരാളം ആളുകളുണ്ടാകും. ഞാൻ പറയുന്നത്, പള്ളിയിൽ അള്ളാഹുവിന്റെ ഭവനത്തിൽ നിന്നും വിജയത്തിലേക്കും നമസ്കാരത്തിലേക്കുമുള്ള വിളി കേട്ടാൽ ഒരു 10-15 മിനിറ്റ് ജമാഅത്ത് നമസ്കാരത്തിന് വേണ്ടി നമ്മുടെ കടകളിൽ നമ്മൾ ഇറങ്ങി വന്നതുകൊണ്ട് നമ്മുടെ കച്ചവടത്തിൽ ഒരു കുറവും സംഭവിക്കുകയില്ല എന്ന ഒരു ബോധ്യം നമുക്കുണ്ടാകണം. കാരണം റിസ്ക് നൽകുന്നവൻ അല്ലാഹുവാണല്ലോ. പടച്ചവന്റെ വിളിക്ക് ഉത്തരം നൽകി എന്നതുകൊണ്ട് അല്ലാഹ് ആരുടെയും റിസ്കിൽ കുറവ് വരുത്തുകയില്ല എന്നത് നമുക്കൊരു ബോധ്യമായി തീരണം. അല്ലാഹ് ഈ ആയത്തിന് ശേഷം പറയുന്നത് എന്താ? ലിയജ്സിയഹുമുല്ലാഹു അഹ്സന മാ അമിലു, അവർ ചെയ്ത സൽക്കർമ്മങ്ങളുടെ ആ പ്രതിഫലം പൂർത്തീകരിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് കൊടുക്കും.
എന്ന് മാത്രമല്ല അള്ളാഹുവിന്റെ ഔദാര്യത്തിൽ നിന്ന് പിന്നെയും അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് വർദ്ധിപ്പിച്ചു കൊടുക്കും. വല്ലാഹു യർസുഖു മൻ യശാഉ ബിഗൈരി ഹിസാബ്. അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് അളവറ്റ് നൽകാൻ പ്രാപ്തനാണ് പടച്ച റബ്ബ്. അള്ളാഹ് റിസ്ക് വർദ്ധിപ്പിച്ചു കൊടുക്കുന്നത് പടച്ചവന്റെ ഇച്ഛപ്രകാരം. വല്ലാഹു യർസുഖു മൻ യശാഉ ബിഗൈരി ഹിസാബ്. എത്രയും നൽകാൻ മാത്രം ഖജനാവിന്റെ വലിയ ഖജനാവിന്റെ സമ്പന്നമായ ഖജനാവിന്റെ ഉടമസ്ഥനാണ് നാഥൻ എന്ന ബോധ്യം ഉണ്ടാകണം. എന്ന് മാത്രമല്ല, അള്ളാഹ് നൽകുന്ന റിസ്ക്കിൽ ബർക്കത്ത് ഉണ്ടാകണമെങ്കിലും അതിനും ചില നിബന്ധനകൾ നമ്മൾ പാലിക്കണമല്ലോ. പടച്ചവനെ മറന്നുകൊണ്ടുള്ള ഒരു ജീവിതത്തിൽ നമ്മുടെ റിസ്ക്കിൽ അള്ളാഹു ബർക്കത്ത് എങ്ങനെ നൽകാനാണ്? മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പറയുമായിരുന്നു, ഞാൻ അള്ളാഹുവിനോട് റിസ്ക്കിനെ ചോദിക്കുന്നതിനേക്കാളും പടച്ചവനോട് ഞാൻ ആവശ്യപ്പെടുന്നത് തന്ന റിസ്ക് അള്ളാഹു നൽകുന്നതാണ്. അള്ളാഹ് ഓരോരുത്തരും റിസ്ക് പടച്ചവൻ തീരുമാനിച്ചിട്ടുള്ളത് അവൻ നൽകും. പക്ഷെ കിട്ടുന്ന റിസ്ക്കിൽ ബർക്കത്ത് ഉണ്ടാവുക എന്നത് വളരെ പ്രധാനമാണല്ലോ. അപ്പൊ ഞാൻ പടച്ചവനോട് ആവശ്യപ്പെടാറുള്ളത്, പടച്ചവനെ നീ നൽകുന്ന റിസ്ക്കിൽ എനിക്ക് ബർക്കത്ത് നൽകണേ എന്നതാണ്. ഇത് വളരെ പ്രധാനമാണ്. അളവ് കുറച്ചോ കൂടുതലോ എന്നുള്ളതല്ല, ഉള്ളതിൽ ബർക്കത്ത് ഉണ്ടാവുക. നമ്മൾ ഈ ഖുനൂത്തിന്റെ പ്രാർത്ഥനകളിൽ പ്രയോഗിക്കുന്ന ഒരു പ്രയോഗമുണ്ടല്ലോ, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീമാ അഅ്തൈത. പടച്ചവനെ നീ നൽകുന്നതിൽ നീ ഞങ്ങൾക്ക് ബർക്കത്ത് ചെയ്യണം, ബർക്കത്ത് നൽകണം. ബർക്കത്തുള്ളതാണെങ്കിൽ കുറച്ചാണെങ്കിലും തകരാറില്ല. ബർക്കത്തില്ലെങ്കിലോ എത്ര കിട്ടിയാലും അതുകൊണ്ട് ഗുണവുമില്ല, എത്ര കിട്ടിയാലും അതുകൊണ്ട് ഗുണവുമില്ല. ഒന്ന്, ഐശ്വര്യം നമ്മുടെ മനസ്സിലുണ്ടാകണം. ലൈസൽ ഗിനാ അൻ കസറത്തിൽ അനൽ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഐശ്വര്യം, ഒരു മനുഷ്യന് ഐശ്വര്യം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ ഒരുപാട് വിഭവങ്ങളുടെ ആധിക്യം ഉണ്ടാവുക എന്നതുള്ളതല്ല, ഒരുപാട് സ്വത്തുക്കൾ വർദ്ധിക്കുക എന്നതല്ല, വലിയ സാമ്പത്തികമായ സന്നാഹങ്ങളും ശക്തിയും ഉണ്ടാവുക എന്നതല്ല. വലാകിന്നൽ ഗിനാ ഗിനൻ നഫ്സ്, വലാകിന്നൽ ഗിനാ ഗിനൻ നഫ്സ്. മനസ്സിലാണ് ഐശ്വര്യം ഉണ്ടാകേണ്ടത്. അപ്പൊ ഉള്ളതിൽ തൃപ്തിപ്പെടാനുള്ള ഒരു മനസ്സുണ്ടെങ്കിൽ എത്ര കുറഞ്ഞ വിഭവങ്ങളിലും നമുക്ക് ഐശ്വര്യം അനുഭവിക്കാൻ സാധിക്കും. അപ്പോ അള്ളാഹ് നൽകുന്ന റിസ്ക്കിൽ ബർക്കത്ത് ഉണ്ടാകണമെങ്കിൽ ഞാൻ പറയുന്നത്, പ്രിയമുള്ളവരെ, പടച്ചവനോടുള്ള ബാധ്യതകൾ നിർവഹിച്ചുകൊണ്ട് പോകുന്ന ഒരു ശൈലിയും സ്വഭാവവും ഒക്കെ നമുക്ക് ഉണ്ടാകേണ്ടതുണ്ട്. മറ്റൊന്ന്, ചിലപ്പോഴൊക്കെ നമ്മുടെ കൂട്ടത്തിൽ നമുക്ക് തന്നെ ചിലപ്പോൾ തോന്നാറുണ്ട്, ചില സന്ദർഭങ്ങളിൽ നമസ്കാരം ഒരു ഭാരമായി മാറുന്ന അവസ്ഥ അല്ലെ. നമ്മളൊരു യാത്ര കഴിഞ്ഞു വന്നാൽ, ഒരു ദീർഘയാത്ര ഒക്കെ കഴിഞ്ഞു വന്നാൽ ചിലപ്പോൾ നമുക്ക് തോന്നുമ്പോ ഇനി ഒന്ന് നമസ്കരിച്ചു കിട്ടണം. ചിലപ്പോൾ നമ്മൾ മനസ്സിൽ ഇങ്ങനെ തോന്നാറുണ്ട്. ഇനി ഒന്ന് ഭക്ഷണം കഴിച്ചു കിട്ടണമല്ലോ എന്ന് നമ്മളാരും പറയാറില്ല. ഭക്ഷണം കഴിച്ചിട്ടില്ലെങ്കിൽ, ഒരു യാത്ര കഴിഞ്ഞ് വന്നു ഇനി ഒന്ന് ഭക്ഷണം കഴിച്ചു കിട്ടണമല്ലോ എന്ന് നമ്മളാരും പറയാറില്ല. അതൊരു പ്രതീക്ഷയും ഒരാഗ്രഹവുമായിട്ടാണ് നമുക്ക് തോന്നുന്നത്. പക്ഷെ നമസ്കാരം കൂടി ഒന്ന് കഴിഞ്ഞു കിട്ടണം എന്ന് ചിലപ്പോഴെങ്കിലും നമ്മൾ തോന്നാറുണ്ട്. നമുക്ക് എന്തുകൊണ്ടാണത് എന്ന് പറഞ്ഞാൽ, എന്തോ ഒരു ഭാരമുള്ള സംഗതിയായി നമുക്ക് ചിലപ്പോൾ അത് ഫീൽ ചെയ്യാം. യഥാർത്ഥത്തിൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമസ്കാരം ഭാരം ഇറക്കി വെക്കാനുള്ള ഒരു വഴിയാണല്ലോ. നമസ്കാരത്തിന്റെ യാഥാർത്ഥ്യത്തെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയാൽ, ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നമസ്കാരം അവർക്ക് ഭാരം ഇറക്കി വെക്കാനുള്ള അവസരമാണ്. നമ്മൾ അനുഭവിക്കുന്ന ദുനിയവിയും ഉഹറയുമായ എല്ലാ അസ്വസ്ഥതകളും എന്റെ റബ്ബിന്റെ മുമ്പിൽ ഇറക്കി വെക്കാനുള്ള ഒരു അവസരമായിട്ടാണ് നമസ്കാരത്തെ നമ്മൾ മനസ്സിലാക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയാണ് പഠിപ്പിച്ചത്. ഇദാ ഹസബഹു അംറുൻ ഔ വസാബഹു ഹമ്മുൻ ഫറ ഇല സ്വലാ. റസൂലുള്ളാഹിന്റെ മനസ്സിൽ എന്തെങ്കിലും ഒരു അസ്വസ്ഥത ഉണ്ടായാൽ, ഒരു മനസ്സിൽ എന്തെങ്കിലും ഒരു പ്രയാസം അനുഭവപ്പെട്ടാൽ, പ്രവാചകൻ ചെയ്തിരുന്നത് ഫറ ഇല സ്വലാ, നമസ്കാരത്തിലേക്ക് റസൂലുള്ളാഹി ധൃതിപ്പെട്ടു വരുമായിരുന്നു എന്നാണ്. അങ്ങനെ തന്റെ നാഥനുമായി മുനാജാത്ത് നടത്തി തന്റെ അസ്വസ്ഥതകളും തന്റെ മനോവേദനകളും ഒക്കെ എത്തിക്കേണ്ടിടത്ത് എത്തിച്ചു കഴിഞ്ഞാൽ പിന്നെ റസൂലിന്റെ മുഖഭാവം വളരെ ശാന്തമാണ്, വളരെ ശാന്തമാണ്. കാരണം എത്തിക്കേണ്ട സ്ഥലത്ത് എത്തിച്ചിരിക്കുന്നു. അലൈസല്ലാഹു ബികാഫിൻ അബ്ദ. അള്ളാന്റെ അടിമക്ക് അല്ല പോരെ എന്ന് റബ്ബ് ചോദിക്കുന്നുണ്ടല്ലോ. പടച്ചവൻ മതിയാകാത്ത ഒരു പ്രശ്നവും നമുക്കില്ലല്ലോ. വ്യക്തി എന്ന നിലക്കാണെങ്കിലും, കുടുംബം എന്ന നിലക്കാണെങ്കിലും, ഒരു ഉമ്മത്ത് എന്ന നിലക്കാണെങ്കിലും, ഈ ഉമ്മത്തിന്റെ അതോറിറ്റിയായ പടച്ചവൻ മതിയാകാത്ത ഒരു പ്രശ്നവും നമുക്കില്ലല്ലോ. അപ്പൊ റബ്ബിന്റെ മുമ്പിൽ നമ്മുടെ അസ്വസ്ഥതകൾ, സകല മനോവേദനകളും, സകല ഹൃദയ വ്യതകളും ഇറക്കി വെക്കാനുള്ള ഒരു അവസരമായി, എന്ന് പറഞ്ഞാൽ ഭാരം ഇറക്കാനുള്ള ഒരു അവസരമായിട്ടാണ് വിശ്വാസികൾ നമസ്കാരത്തെ കാണേണ്ടത് എന്നാണ് പ്രിയമുള്ളവരെ ഞാൻ സൂചിപ്പിച്ചു വരുന്നത്. ഒന്നാമതായി സൂചിപ്പിച്ചത് ഇഖാമത്തു സ്വലാത്തിനെ സംബന്ധിച്ച് തന്നെയാണ്. രണ്ടാമതായി ഞാൻ സൂചിപ്പിക്കുകയുണ്ടായി കഴിഞ്ഞ ആഴ്ചയിൽ നമ്മുടെ ഉദാരശീലവും നിലനിർത്തി പോകുന്നതിനെ സംബന്ധിച്ച്. ഔദാര്യശീലം
അഥവാ കൊടുക്കാനുള്ള, ചെലവഴിക്കാനുള്ള ഒരു ശീലം, അതിനെക്കുറിച്ചും സഹോദരങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയുണ്ടായി. അതും റമദാനിൽ അവസാനിപ്പിക്കേണ്ടതല്ല. മറ്റൊരു കാര്യം സൂചിപ്പിച്ചത് അടുക്കും ചിട്ടയുമുള്ള ഒരു ജീവിതം, ഒരടുക്കും ചിട്ടയുമുള്ള ജീവിതം, ചെയ്യുന്ന അമലുകളെയൊക്കെ ഏറ്റവും മനോഹരമായി നിർവഹിക്കുന്ന, കുറച്ചാണെങ്കിലും ഉള്ളത് വൃത്തിയിൽ ചെയ്യുന്ന ഒരു സിസ്റ്റം റമദാൻ നമ്മിൽ ഉണ്ടാക്കിയിരുന്നു. അത് നിലനിർത്തി കൊണ്ടുപോകുന്നതിനെ സംബന്ധിച്ചും പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ഇഹ്സാനിയത്ത്, അമലുകളിൽ ഒരു പെർഫെക്ഷൻ ഉണ്ടായിരിക്കുക എന്നത്, അത് ആരാധനകളിൽ മാത്രമല്ല, ജീവിതം മുഴുവനും, ഒരു വിശ്വാസിയുടെ ജീവിതം വളരെ വ്യവസ്ഥാപിതമായിരിക്കണം, വളരെ സിസ്റ്റമാറ്റിക് ആയിരിക്കണം. ഒരു കൃത്യതയും വ്യക്തതയും ഒക്കെയുള്ള അജണ്ടയാണ് ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത്. ഇഹ്സാനിയത്ത് എന്ന് പറയുന്നത് ജീവിതത്തിന്റെ പല മേഖലകളിലും പരിശുദ്ധ ഖുർആൻ നമ്മോട് ആവശ്യപ്പെട്ടതാണ് എന്ന് ചില ഉദാഹരണങ്ങൾ സൂചിപ്പിക്കുകയുണ്ടായി. മാതാപിതാക്കളോടുള്ള പെരുമാറ്റത്തെ സംബന്ധിച്ച് വബിൽ വാലിദൈനി ഇഹ്സാന, എങ്ങനെയെങ്കിലും നിങ്ങൾ നന്മ കാണിക്കണം എന്നല്ല പറയുന്നത്, ഏറ്റവും മികച്ച രീതിയിൽ, ഏറ്റവും ഉത്കൃഷ്ടമായ രീതിയിലാണ് നിങ്ങൾ മാതാപിതാക്കളോട് പെരുമാറേണ്ടത്. അനാഥകളുടെ മുതലുകളുമായി ബന്ധപ്പെട്ട് വലാ തഖറബു മാലൽ യതീമി ഇല്ലാ ബില്ലത്തി ഹിയ അഹ്സൻ, ഏറ്റവും മനോഹരമായ രീതിയിൽ വേണം. ചോദിക്കാനും പറയാനും ആളില്ല എന്ന് വിചാരിച്ച് അനാഥകളുടെ മുതലുകളെ തോന്നിയതുപോലെ നിങ്ങൾ കൈകാര്യം ചെയ്യരുത്. ഏറ്റവും മനോഹരമായ, ഏറ്റവും കുറ്റമറ്റ രീതിയിൽ വേണം നിങ്ങളത് കൈകാര്യം ചെയ്യാൻ. സംസാരത്തെ കുറിച്ച് ഖുർആൻ സൂചിപ്പിച്ചു. പലപ്പോഴും വ്യക്തികൾ തമ്മിലുള്ള ബന്ധങ്ങൾ വഷളായിത്തീരുന്നത്, കുടുംബങ്ങൾ തമ്മിൽ പലപ്പോഴും അകൽച്ചകൾ സംഭവിക്കുന്നത്, എന്നല്ല വലിയ ദുരന്തങ്ങൾ വരെ ക്ഷണിച്ചു വരുന്നത് മനുഷ്യന്റെ മോശമായ സംസാരങ്ങളിൽ നിന്നാണല്ലോ. അല്ലാഹു പറയാണ് പ്രവാചകരെ അവരോട് പറയുക, അവരുടെ സംസാരം ഏറ്റവും നല്ല വർത്തമാനമായിക്കൊള്ളട്ടെ. കാരണം പിശാച് നിങ്ങൾക്കിടയിൽ പണിയെടുക്കുന്നുണ്ട്. ഇന്ന ശൈത്താന യൻസബു ബൈനഹും, പിശാച് പലപ്പോഴും മനുഷ്യർക്കിടയിൽ ശത്രുതകൾ സൃഷ്ടിക്കാൻ, അകൽച്ചകൾ ഉണ്ടാക്കാൻ, ബന്ധങ്ങളെ ശിഥിലീകരിക്കാൻ പലപ്പോഴും പല സംസാരങ്ങളും കാരണമാകും. അതുകൊണ്ട് ആ വലയിൽ നിങ്ങൾ വീട് പോകരുത്. നിങ്ങൾ സംസാരം ഏറ്റവും നല്ല വർത്തമാനമായിരിക്കണം. കോപം പിടിക്കുമ്പോൾ, ദേഷ്യം പിടിക്കുമ്പോഴും സംസാരം അതിരുവിട്ടു പോകരുത്. ഇതാ അഹദുക്കും ഫല്യസ്കുത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. നിങ്ങളെ കോപം കീഴടക്കുമ്പോ, നിങ്ങൾ ദേഷ്യം വരുമ്പോ നിങ്ങൾ പാലിക്കേണ്ട ഏറ്റവും മനോഹരമായ രീതി എന്ന് പറഞ്ഞാൽ മൗനം പാലിക്കുക എന്നതാണ്. പലപ്പോഴും കോപം പിടികൂടുന്ന സമയത്ത്, കോപിഷ്ഠനാകുന്ന സന്ദർഭത്തിൽ പലപ്പോഴും നിങ്ങളുടെ സംസാരത്തിൽ ആത്മനിയന്ത്രണം നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. എന്താണ് പറയുന്നത് എന്ന് പലപ്പോഴും പക്ഷെ നിങ്ങൾക്ക് മനസ്സിലായിക്കൊള്ളണമെന്നില്ല. അല്ലെങ്കിൽ നിങ്ങളുടെ നിയന്ത്രണത്തിന് അപ്പുറത്ത് പല വർത്തമാനങ്ങളും നിങ്ങളുടെ നാവിൽ നിന്നും വന്നു പോകാൻ സാധ്യതയുണ്ട്. അത് ഒരുപക്ഷെ പിന്നീട് വലിയ വില കൊടുക്കേണ്ടി വരാറുമുണ്ട്. അത് വേറെ തന്നെ വിഷയമാണ്. സംസാരവുമായി ബന്ധപ്പെട്ട് ഇൻഷാ അല്ലാഹ് മറ്റൊരു ദിവസം നമുക്ക് പറയാവുന്നതാണ്. ഏതായാലും അങ്ങനെ വരുമ്പോൾ നിങ്ങൾ പാലിക്കേണ്ട ഒരു രീതി, അതുകൊണ്ടാണല്ലോ കോപിഷ്ഠനാകുന്ന സന്ദർഭത്തിൽ ചൊല്ലുന്ന മൊഴിവാക്കുകൾക്ക് നിലനിൽപ്പില്ല, അല്ലെ? വിവാഹമോചന വർത്തമാനങ്ങൾ, ത്വലാഖിന്റെ പദങ്ങൾ നിങ്ങൾ കോപിഷ്ഠനായ സന്ദർഭത്തിലാണ് പറഞ്ഞതെങ്കിൽ അത് വാലിഡ് അല്ല എന്നൊരു കാര്യമുണ്ട് ഇസ്ലാമിൽ. കാരണം ദേഷ്യം പിടിക്കുമ്പോൾ പലപ്പോഴും നമ്മുടെ നിയന്ത്രണത്തിലായിരിക്കുകയില്ല നമ്മുടെ വാക്കുകൾ വന്നു പോകുന്നത് എന്നതുകൊണ്ടാണ്. അപ്പൊ ഈ കോപത്തെ നിയന്ത്രിക്കാൻ സാധിക്കുക. കോപം എന്ന് പറയുന്നത് ഒരു മാനുഷിക വികാരമാണ്. കോപിക്കേണ്ടിടത്ത് കോപിക്കുക എന്നൊരു വിശ്വാസിയുടെ ലക്ഷണമാണ്. ഇതാണല്ലോ, അള്ളാഹുവിന് വേണ്ടി കോപിക്കേണ്ടി വരും. അത് ഈമാനിന്റെ അടയാളമാണ്. മൻ അഹബ്ബ ലില്ലാഹി വഅബ്ഗദ ലില്ലാഹി എന്ന് പറയുന്നുണ്ടല്ലോ. അള്ളാഹുവിന് വേണ്ടി സ്നേഹിക്കുക, പടച്ചവന് വേണ്ടി കോപിക്കുക. അപ്പൊ കോപം എന്ന് പറയുന്നത് മാനുഷിക വികാരം. പക്ഷെ കോപത്തെ വരുതിയിലാക്കാൻ കഴിയണം. അതാണ് സ്വർഗം ലക്ഷ്യമാക്കി സഞ്ചരിക്കുന്ന, പടച്ചവന്റെ മഗ്ഫിറത്ത് ലക്ഷ്യമാക്കി മുന്നോട്ട് പോകുന്ന വിശ്വാസികളുടെ സവിശേഷ സ്വഭാവങ്ങൾ സൂറത്ത് ആൽ ഇംറാൻ വിശദീകരിച്ചപ്പോ അല്ലെ, സാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്ന അർദുഹ അസ്സമാവാതി വൽ അർദ്, എന്നിട്ട് അതിന്റെ അവരുടെ ഉഇദ്ദത്തുൽ മുത്തഖീൻ, അത് മുത്തഖീങ്ങൾക്ക് വേണ്ടി സജ്ജമാക്കി വെച്ചുള്ള സ്വർഗമാണ്. അവരുടെ സ്വഭാവ സവിശേഷങ്ങൾ വിശദീകരിച്ച ഒരു സ്വഭാവമാണ് കോപം നിയന്ത്രിക്കുന്നവരാണ് അവർ എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ സംസാരത്തിൽ പാലിക്കേണ്ട മര്യാദകളെ കുറിച്ച് പഠിക്കുന്നുണ്ട്. തിന്മകളോട് നേർക്കുള്ള, അരുതായ്മകളോട് നേരെയുള്ള പ്രതിരോധത്തെ കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട്, അല്ലെ? വലാ തസ്തവിൽ ഹസനത്തു വല സയ്യിഅ, ഒരിക്കലും നന്മയും തിന്മയും തുല്യമല്ല. നന്മ നന്മയാണ്, നന്മയുടേതായ സൽഫലങ്ങൾ നന്മക്കുണ്ടാകും. തിന്മയാണ്, തിന്മയുടേതായ ദുഷ്ഫലങ്ങൾ ആ തിന്മ സംഭാവന ചെയ്യും. പക്ഷേ തിന്മക്കെതിരിൽ നന്മയുടെ പ്രതിരോധം തീർക്കേണ്ട സത്യവിശ്വാസികൾ അതെങ്ങനെയായിരിക്കണമെന്ന് പഠിപ്പിക്കുകയാണ് ഖുർആൻ. നിങ്ങളൊരു തിന്മയോട് സ്വീകരിക്കേണ്ട സമീപനം ഏറ്റവും മികച്ച നന്മ കൊണ്ടാണ്.
ഹിയ അഹ്സൻ എന്നാണ്. തിന്മയെ നിങ്ങൾ പ്രതിരോധിക്കേണ്ടത് നന്മ കൊണ്ടല്ല, ഏറ്റവും മികച്ച നന്മ കൊണ്ടാണ് എന്ന്. കേവല നന്മ കൊണ്ടല്ല, ഏറ്റവും ഉയർന്ന നിലവാരത്തിൽ നിങ്ങൾ അതിനോട് സമീപിക്കണം. ഒരാൾ നമ്മോടൊരു തിന്മ, ഒരു തെറ്റ് നമ്മോട് ഒരാൾ ഇങ്ങോട്ട് ചെയ്താൽ അയാൾക്ക് മാപ്പ് നൽകുക എന്ന് പറയുന്നത് ഒരു നന്മയാണ്. പക്ഷെ ഇങ്ങോട്ട് തിന്മ പ്രവർത്തിക്കുന്ന ഒരാൾക്ക് അങ്ങോട്ട് നന്മ ചെയ്യുക എന്ന് പറഞ്ഞാലോ, മാപ്പ് നൽകുക എന്ന് പറയുന്നത് നന്മയാണ്, എന്നാൽ അങ്ങോട്ട് നന്മ ചെയ്യുക എന്ന് പറയുന്നത് ഇഹ്സാനാണ്. അതാണ് ഏറ്റവും മികച്ച നന്മ എന്ന് പറയുന്നത്. ഒരാൾ നമ്മെ ഉപദ്രവിച്ചു, അല്ലെങ്കിൽ ഒരാളെ നമ്മൾ ദ്രോഹിച്ചു. ആ ദ്രോഹത്തിൽ നമ്മൾ തിരിച്ചയാൾക്കൊന്നും ചെയ്യുന്നില്ല, അങ്ങോട്ട് ദ്രോഹം ചെയ്യുന്നില്ല, അത് നന്മയാണ്. എന്നാൽ അയാൾക്കൊരാപത്ത് വരുമ്പോ അയാളെ നമ്മൾ സഹായിക്കുകയാണെങ്കിലോ, അതാണ് ഇഹ്സാൻ. അപ്പോ തിന്മക്ക് നേരെ ഏറ്റവും മികച്ച പ്രതിരോധം എന്ന് പറയുന്നത് ഏറ്റവും ഉത്കൃഷ്ടമായ നന്മ കൊണ്ട് പ്രതിരോധിക്കുക. അതിന്റെ അനന്തരഫലം എന്തായിരിക്കുമെന്ന് ഖുർആൻ പറയുന്നുണ്ട്. നിങ്ങളോട് ഏറ്റവും കടുത്ത വൈരത്തിൽ വർത്തിക്കുന്നവർ നിങ്ങളുടെ ആത്മമിത്രമായി തീരും നിങ്ങൾക്ക് കാണാം. ഈ നന്മയെ കണ്ടില്ലെന്ന് നടിക്കാൻ, അതിനെ വാല്യൂ ചെയ്യാതിരിക്കാൻ ഒരാൾക്ക് കഴിയില്ല എന്നുള്ളതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം എമ്പാടും അതിന് മനോഹരമായ സാക്ഷ്യമാണ് നമുക്ക് കാണുവാൻ സാധിക്കും. പക്ഷെ ആ ഒരു അവസ്ഥയിലേക്ക്, ആ ഒരു ദറജയിലേക്ക്, ആ ഒരു സ്റ്റാറ്റസിലേക്ക് എത്തുക എന്ന് പറയുന്നത് കുറച്ച് പ്രയാസമുള്ളത്. ആ ഒരു സ്റ്റാൻഡിലേക്ക് എത്തിച്ചേരാൻ കഴിയുക എന്ന് പറയുന്നത് നല്ല സ്വബറുള്ളവർക്ക് അത് സാധിക്കുകയുള്ളൂ. അത് പടച്ചവന്റെ ഒരു വലിയ ഫദലാണ്. അത് അള്ളാഹുവിന്റെ ഒരു വലിയ ഔദാര്യമാണ്. പക്ഷെ അതിനുള്ളൊരു മനസ്സും അതിനുള്ള ഒരു ആഗ്രഹവും അതിനുള്ള പ്രാർത്ഥനയും ഉണ്ടെങ്കിൽ പടച്ചവന്റെ ഫദല്, അള്ളാഹുവിന്റെ ഔദാര്യം ഉണ്ടാകും എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ ആ ഒരു നന്മ നിരതമായ ജീവിതത്തിൽ, ഈ തിന്മകളോടുള്ള സമീപനത്തിൽ മികച്ച നന്മ കൊണ്ട് പ്രതിരോധം സൃഷ്ടിക്കുക എന്നതും പ്രധാനമാണ്. മറ്റൊന്ന്, നമ്മുടെ അമലുകളിൽ ഇസ്തിഖാമത്ത് ഉണ്ടാവുക എന്നുള്ളതാണ്. ഇസ്തിഖാമത്ത് എന്ന് പറഞ്ഞാൽ നൈരന്തര്യം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരു സഹാബി വന്നുകൊണ്ട് ചോദിക്കുന്നുണ്ടല്ലോ, പ്രവാചകരെ മറ്റാരോടും ചോദിക്കേണ്ടതില്ലാത്ത വിധം അള്ളാഹുവിന്റെ ദീനിനെ പറ്റി പ്രവാചകരെ എനിക്ക് പറഞ്ഞു തന്നാലും എന്ന് പറയുമ്പോൾ റസൂലുള്ളാഹി അയാൾക്ക് കൊടുക്കുന്ന ഉപദേശം വളരെ മനോഹരമാണ്. ഖുൽ ആമൻതു ബില്ലാഹി സുമ്മ ഇസ്തഖീം. നീ അള്ളാഹുവിൽ വിശ്വസിക്കുക, എന്നിട്ട് അതിൽ ഉറച്ചു നിൽക്കുക, പിന്നെ അതിൽ നിന്ന് വ്യതിചലിക്കാതിരിക്കുക. അത്രയും മതി എന്നാണ് പ്രവാചകൻ പറയുന്നത്. ഇസ്തിഖാമത്ത്, നന്മകളിൽ നിലനിന്നു പോവുക. ഇസ്തിഖാമത്ത്, നൈരന്തര്യം. ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹു സുമ്മ ഇസ്തഖാമു. അള്ളാഹുവാണ് ഞങ്ങളുടെ റബ്ബ് എന്ന് പ്രഖ്യാപിക്കുകയും പിന്നെ അതിൽ നിലനിൽക്കുകയും ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം ദുനിയാവിൽ അവർക്കൊരു പാടുണ്ടാവില്ല. ആഖിറത്തിൽ അള്ളാഹുവിന്റെ സ്വർഗത്തെ കുറിച്ചുള്ള സന്തോഷ വാർത്തയും അവർക്കുണ്ട്. തതനസ്സലു അലൈഹിമുൽ മലായികത്തു അല്ലാ തഖാഫു വലാ തഹ്സനു. നിങ്ങൾ ഭയപ്പെടേണ്ട, ദുഃഖിക്കേണ്ട എന്ന് മലക്കുകൾ തന്നെ അവർക്ക് ആശ്വാസം നൽകുമെന്നാണ്. നിങ്ങൾക്ക് വാഗ്ദത്തം ചെയ്യപ്പെട്ട സ്വർഗത്തെ കുറിച്ച് നിങ്ങൾ സന്തോഷിച്ചു കൊള്ളുക എന്ന് അവരോട് പറയപ്പെടുമെന്നാണ്. അപ്പൊ ഇസ്തിഖാമത്തും വളരെ പ്രധാനമാണ്. മറ്റൊന്ന്, പിന്നെ ജീവിതത്തിലുടനീളം തഖ്വയും സ്വബറും നമ്മുടെ നിലപാടായി തീരുക എന്നതാണ്. റമദാനിലെ നോമ്പ് തന്നെ തഖ്വക്ക് വേണ്ടിയായി നമുക്കറിയാം, അല്ലെ? തഖ്വ നേടിയെടുക്കാനായിരുന്നു അല്ലാഹു നോമ്പ് നിർബന്ധമാക്കിയത്. നോമ്പിനെ കുറിച്ച് ആകെ 4 ആയത്തുകളിലെ ഖുർആൻ പറയുന്നുള്ളൂ. പക്ഷെ തഖ്വയെ കുറിച്ച് ഏതാണ്ട് 250 പരം ആയത്തുകളിൽ 250 പരം പ്രയോഗങ്ങൾ തഖ്വയുമായി ബന്ധപ്പെട്ട് ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ നോമ്പിന് വേണ്ടിയായിരുന്നില്ല, നോമ്പ് തഖ്വ ആർജിക്കാൻ വേണ്ടിയായിരുന്നു. ജീവിതത്തിലെ ഏത് സന്ദർഭങ്ങളിലും പടച്ചവനെ കുറിച്ചുള്ള ഭയവികാരം, അള്ളാഹുവിന്റെ ശിക്ഷയെക്കുറിച്ച ഭയവും പടച്ചവനിൽ നിന്നുള്ള പ്രതിഫലത്തെ കുറിച്ചുള്ള പ്രതീക്ഷയും, സ്വർഗപ്രതീക്ഷയും നരക ഭയവും ഒരു മനുഷ്യനിൽ ഉണ്ടാക്കുന്ന ഒരു മാനസികാവസ്ഥക്കാണല്ലോ നമ്മൾ തഖ്വ എന്ന് പറയുക. തഖ്വയും സ്വബറും, ഇത് രണ്ടും പടച്ചവനും പ്രവാചകനും റമദാനിലൂടെ നമുക്ക് നേടിയെടുക്കണമെന്ന്, നമ്മളിൽ ഉണ്ടായിത്തീരണമെന്ന്, നമ്മളിൽ വളർന്നു വരണമെന്ന് ആഗ്രഹിച്ച 2 ക്വാളിറ്റികളാണ്. എത്രത്തോളം നമ്മിൽ അത് ഉണ്ടായി തീർന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. ജീവിതത്തിൽ പല ജാതി പരീക്ഷണങ്ങളിലൂടെ കടന്നു പോകേണ്ടവരാണ് നമ്മൾ. പലതരത്തിലുള്ള പ്രതിസന്ധികളിലൂടെ ഈ ജീവിത നദി മുന്നോട്ട് പോകുമ്പോൾ അവിടെയൊന്നും പതറാതെ പിടിച്ചു നിൽക്കാൻ
ആ പ്രതിസന്ധികളിലും നമ്മൾ പതറിപ്പോകാതിരിക്കാൻ നമുക്ക് പ്രാപ്തി നൽകുന്ന, ത്രാണി നൽകുന്ന, ശേഷി നൽകുന്ന, കരുത്ത് നൽകുന്ന രണ്ട് വജ്രായുധങ്ങളാണ് പ്രിയമുള്ളവരെ തഖ്വയും സബറും എന്ന് പറയുന്നത്. നിങ്ങൾക്കൊക്കെ വളരെ സുപരിചിതമായി അറിയുന്നതാണ് യൂസുഫ് അലൈഹി സ്വലാമിന്റെ ചരിത്രം. യൂസുഫ് അലൈഹി സ്വലാമിന്റെ ചരിത്രം ബാല്യകാലം മുതൽ വ്യത്യസ്തങ്ങളായ ഒരു മനുഷ്യ ജീവിതം കടന്നു പോകേണ്ട വ്യത്യസ്തങ്ങളായ പരീക്ഷണങ്ങളിലൂടെ ആ പ്രവാചക ജീവിതം കടന്നു പോയിട്ടുണ്ട്, അല്ലെങ്കിൽ അള്ളാഹു കടത്തി വിട്ടിട്ടുണ്ട്, അല്ലെ? വ്യത്യസ്തങ്ങളായ ജീവന് നേരെയുള്ള ഭീഷണി, സദാചാരത്തിന് നേരെയുള്ള ഭീഷണി, സ്വാതന്ത്ര്യത്തിന് നേരെയുള്ള ഭീഷണി, ഇതൊക്കെ കഴിഞ്ഞ് അവസാനം രാജാധികാരത്തിന്റെ ആ ഉയർന്ന പദവിയിലേക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല യൂസുഫ് അലൈഹി ഇസ്ലാമിനെ കൊണ്ടുവരുന്ന രംഗമുണ്ട്. അവിടെ തന്നോട് ചെറിയ പ്രായത്തിൽ തന്നെ ദ്രോഹിച്ച എന്നല്ല, തന്റെ ജീവൻ തന്നെ വെല്ലുവിളിക്കപ്പെട്ട, തന്റെ ജീവിതം തന്നെ ഇല്ലാതാക്കാൻ തീരുമാനിച്ച തന്റെ സഹോദരങ്ങൾ, ആ സഹോദരങ്ങൾക്ക് മുമ്പിൽ യൂസുഫ് അലൈഹി ഇസ്ലാം തന്റെ ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്ന രംഗം സൂറത്ത് യൂസുഫിൽ നമുക്ക് കാണാൻ സാധിക്കും. അൻത യൂസുഫ്, നീ തന്നെയാണോ യൂസുഫ് എന്ന് ചോദിക്കുന്നുണ്ട് ഒരു ഘട്ടത്തിൽ അവര്. അപ്പോ യൂസുഫ് അലൈഹി സ്വലാം പറയുന്നുണ്ട്, അതെ, ആന യൂസുഫ് അതാ അഖി, ഞാൻ തന്നെയാണ് യൂസുഫ്, ഇതെന്റെ സഹോദരൻ. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഖദ് മന്നല്ലാഹു അലൈന, അല്ലാഹ് ഞങ്ങളോട് ഔദാര്യം കാണിച്ചു. ആ കൂട്ടത്തിൽ യൂസുഫ് അലൈഹി സ്വലാം പറയുന്ന ഒരു പ്രയോഗമുണ്ട്, ഇന്നഹു മൻ യത്തഖി വയസ്ബിർ ഫഇന്നല്ലാഹ ലാ യുളീഉ അജ്റൽ മുഹ്സിനീൻ. നിശ്ചയമായി യാഥാർത്ഥ്യം ഇതാണ്, ഇന്നഹു മൻ യത്തഖി വയസ്ബിർ, ഇന്നഹു മൻ യത്തഖി വയസ്ബിർ, ആര് തഖ്വയും സബറും കൈക്കൊള്ളുന്നുവോ അവരെ പടച്ചവൻ കൈവിടുകയില്ല. അത്തരം മുഹ്സിനുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രതിഫലം പടച്ചവൻ പാഴാക്കുകയില്ല. എന്ന് പറഞ്ഞാൽ താൻ ബാല്യകാലം മുതൽ അനുഭവിച്ചു കൊണ്ടിരുന്ന കടുത്ത പരീക്ഷണ പർവ്വതങ്ങളിൽ പിടിച്ചു നിൽക്കാൻ തന്നെ പ്രേരിപ്പിച്ചത്, അല്ലെങ്കിൽ പടച്ചവൻ തന്നെ പ്രാപ്തനാക്കിയത് ഈ തഖ്വയും സബറുമാണ് എന്ന് ആ പ്രവാചകന്റെ നാവുകളിലൂടെ അല്ലാഹ് തന്നെ നമ്മളെ പഠിപ്പിക്കുകയാണ്. അപ്പോ തഖ്വയും സബറും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നിലനിർത്തിക്കൊണ്ടു പോകാൻ നമുക്ക് കഴിയണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ രീതിയിൽ റമദാനിലൂടെ നേടിയ നന്മകളെ നിലനിർത്തിക്കൊണ്ടു പോകുന്ന, അത് കൈവിട്ടു പോകാത്ത, റൂഹ് പിരിയുന്ന നേരം വരെയും അള്ളാഹുവിനുള്ള സമർപ്പണത്തിൽ കഴിച്ചുകൂട്ടാൻ സാധിക്കുന്ന സൗഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ നമ്മ എല്ലാവരെയും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും.